ഇറാനും അമേരിക്കയും തമ്മിൽ പരസ്പരം പോർവിളികൾ ശക്തമാക്കുകയാണ്. അതിനിടയിൽ മറ്റൊരു വാർത്തയാണ് പുറത്തു വരുന്നത്. ആണവ കരാറിൽ എത്താനായില്ലെങ്കിൽ ഇറാനെതിരെ കടുത്ത നടപടി സ്വീകരിക്കേണ്ടി വരുമെന്ന് അറിയിച്ചിരിക്കുകയാണ് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. USS എബ്രഹാം ലിങ്കണ് പുറമെ പശ്ചിമേഷ്യയിലേക്ക് മറ്റൊരു വിമാനവാഹിനി കപ്പൽ കൂടി അയക്കാൻ ട്രംപ് ആലോചിച്ചു വരികയാണെന്നാണ് റിപ്പോർട്ടുകൾ പുറത്തുവരുന്നത്. ഒമാനിൽ US, ഇറാൻ ഉദ്യോഗസ്ഥർ തമ്മിൽ പരോക്ഷ ചർച്ചകൾ നടന്നതിന് ദിവസങ്ങൾക്ക് ശേഷമാണ് ട്രംപിന്റെ ഈ ഭീഷണി. ആണവ ചർച്ചയുടെ ആദ്യഘട്ടത്തിന് ശേഷം ഇറാൻ പരമോന്നത നേതാവ് അയത്തുള്ള അലി ഖമേനിയുടെ മുഖ്യ സുരക്ഷാ ഉപദേശകൻ അലി ലാരിജാനി ഒമാൻ ഭരണാധികാരി സുൽത്താൻ ഹൈതം ബിൻ താരിഖ് അൽ സെയ്ദുമായി കൂടിക്കാഴ്ച നടത്തി. അലി ലാരിജാനി ഖത്തർ സന്ദർശിക്കുമെന്നും റിപ്പോർട്ടുകളുണ്ടായിരുന്നു. 12 ദിവസത്തെ ഇറാൻ-ഇസ്രയേൽ യുദ്ധത്തിൽ ഇറാൻ ഖത്തറിലെ അമേരിക്കൻ സൈനിക താവളം ആക്രമിച്ചിരുന്നു. അമേരിക്ക പ്രഖ്യാപിച്ച സാമ്പത്തിക ഉപരോധം നീക്കിയാൽ യുറേനിയം സമ്പുഷ്ടീകരണത്തിന്റെ അളവ് കുറയ്ക്കാമെന്ന് ഇറാൻ സമ്മതിച്ചിരുന്നു. ഇറാന്റെ ആണവ മേധാവി മുഹമ്മദ് ഇസ്ലാമിയാണ് ഇക്കാര്യം അറിയിച്ചിരുന്നത്. സമ്പുഷ്ടീകരിച്ച യുറേനിയം ഇറാന് പുറത്തേക്ക് മാറ്റണമെന്നും ബാലിസ്റ്റിക് മിസൈൽ പദ്ധതി പരിമിതപ്പെടുത്തണമെന്നുമായിരുന്നു അമേരിക്കയുടെ ആവശ്യം. ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായി കൂടിക്കാഴ്ച നടത്താനായി തിരിച്ചിട്ടുണ്ട്. ഇറാനുമായുള്ള ചർച്ച കൂടിക്കാഴ്ചയിൽ സംസാര വിഷയമാകും. ഇറാനും USഉം ഒമാനിൽ ചർച്ച നടത്തിയതിന് പിന്നാലെയാണ് നെതന്യാഹു ട്രംപ് കൂടിക്കാഴ്ച. വാഷിംഗ്ടണിലാണ് ഇരുവരും ചർച്ച നടത്തുന്നത്. ഇറാന്റെ ബാലിസ്റ്റിക് മിസൈൽ പദ്ധതിക്ക് പരിധി ഏർപ്പെടുത്തണമെന്നും പ്രാദേശിക സായുധ സംഘങ്ങൾക്ക് നൽകുന്ന ആയുധ സഹായം അവസാനിപ്പിക്കണമെന്നുമാണ് നെതന്യാഹുവിന്റെ ആവശ്യം. USുമായുള്ള ചർച്ചയിൽ ആണവ പ്രശ്നം മാത്രമേ സംസാരിക്കുന്നുള്ളൂ എന്നാണ് ഇറാന്റെ നിലപാട്. മികച്ച രീതിയിൽ അവസാനിച്ച ആദ്യഘട്ടത്തിന്റെ തുടർ ചർച്ചകൾ വരുന്ന ആഴ്ചയിലും ഉണ്ടാകുമെന്നാണ് ട്രംപ് പറഞ്ഞത്. യുറേനിയം സമ്പുഷ്ടീകരണത്തെപ്പറ്റി ചർച്ച ചെയ്യാൻ സാധിക്കില്ലെന്നാണ് ഇറാൻ നിലപാട്. ആണവ സമ്പുഷ്ടീകരണം അഭിവാജ്യമായ അവകാശമാണെന്ന് ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാഗ്ചി പറഞ്ഞു. ബാലിസ്റ്റിക് മിസൈലുകളെക്കുറിച്ചും പ്രോക്സികളെക്കുറിച്ചും ഒരു ചർച്ചയും നടന്നിട്ടില്ലെന്നും അബ്ബാസ് അരാഗ്ചി പറഞ്ഞു. US ഉപരോധങ്ങൾ നീക്കുന്നതിന് പകരം തങ്ങളുടെ ആണവ പദ്ധതി ആയുധമാക്കുന്നില്ലെന്ന് ഉറപ്പാക്കാൻ നിരീക്ഷണവും പരിശോധനകളും അനുവദിക്കണമെന്നാണ് ഇറാന്റെ വാദം. എന്നാൽ ആണവായുധം വികസിപ്പിക്കുന്നതിനുള്ള സാധ്യത മുന്നിൽ കണ്ട യുറേനിയം സമ്പുഷ്ടീകരണം തുടരാൻ ഇറാനെ അനുവദിക്കാനാകില്ലെന്ന് USഉം നിലപാടെടുത്തു. മേഖലയിൽ US നാവികസേനയുടെ കപ്പൽപ്പട എത്തിയതിന് പിന്നാലെ ഇറാനെ ആക്രമിക്കുമെന്ന് ട്രംപ് ഭീഷണിപ്പെടുത്തുന്നുണ്ട്. കഴിഞ്ഞ ദിവസത്തെ അഭിമുഖത്തിലും ശക്തമായ തിരിച്ചടി ഉണ്ടാകുമെന്ന് ഇറാൻ പ്രതികരിച്ചു. മധ്യേഷ്യയിൽ നിലയുറപ്പിച്ച US സൈന്യം ആക്രമിച്ചാൽ മേഖലയിൽ അവരുടെ താവളങ്ങൾ ആക്രമിക്കുമെന്നാണ് അരാഗ്ചി പറഞ്ഞത്. അമേരിക്കൻ മണ്ണിനെ ആക്രമിക്കാൻ കഴിയില്ല, പകരം മേഖലയിലെ അവരുടെ താവളങ്ങൾ ലക്ഷ്യമിടുന്നുവെന്നും അദ്ദേഹം വ്യക്തമാക്കി. US താവളങ്ങൾ ആക്രമിക്കുന്നത് അയൽ രാജ്യങ്ങളെ ആക്രമിക്കലല്ലെന്നും രണ്ടും തമ്മിൽ വലിയ വ്യത്യാസമുണ്ടെന്നും ഇറാൻ വ്യക്തമാക്കി. അതേസമയം മേഖലയിലെ അമേരിക്കൻ സൈനിക വിന്യാസം തങ്ങളെ ഭയപ്പെടുത്തുന്നില്ല എന്നും അബ്ബാസ് അരാഗ്ചി വ്യക്തമാക്കി. ഇറാനെതിരെ ശക്തമായ സൈനിക വ്യൂഹം അതിവേഗം നീങ്ങുകയാണെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഭീഷണിപ്പെടുത്തിയതിന് പിന്നാലെയാണ് അരാഗ്ചി പ്രതികരണവുമായി രംഗത്തെത്തിയത്. ഏത് ആക്രമണത്തിനും വിരൽ ട്രിഗറിൽ വെച്ച ഉടനടി ശക്തമായ മറുപടി നൽകാൻ ഇറാൻ സജ്ജമാണെന്ന് അദ്ദേഹം പറഞ്ഞു. ശനിയാഴ്ച ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ അമേരിക്ക ആക്രമണം നടത്തിയാൽ ഗൾഫിലെ US താവളങ്ങളെ ഇറാൻ ലക്ഷ്യമിടുമെന്ന് മുന്നറിയിപ്പ് നൽകി. അമേരിക്കൻ മണ്ണിൽ ആക്രമണം നടത്തുന്നത് സാധ്യമായേക്കില്ല, പക്ഷേ മേഖലയിൽ അവരുടെ താവളങ്ങളെ ഞങ്ങൾ ലക്ഷ്യം വെക്കുമെന്നാണ് അരാഗ്ചി പറഞ്ഞത്. വാൾസ്ട്രീറ്റ് ജേണൽ റിപ്പോർട്ട് പ്രകാരം മേഖലയിലാകെ ആക്രമണം നടത്താൻ ശേഷിയുള്ള ഏകദേശം 2000 മധ്യദൂര ബാലിസ്റ്റിക് മിസൈലുകൾ ഇറാന്റെ കൈവശമുണ്ട് എന്ന റിപ്പോർട്ടുകളുണ്ട്. കൂടാതെ ഗൾഫിലെ US താവളങ്ങളിൽ എത്താൻ ശേഷിയുള്ള ഹ്രസ്വദൂര മിസൈലുകളും അവർക്കുണ്ട്. ഗൾഫിലെ ഭൂരിഭാഗം US താവളങ്ങളും ഇറാന്റെ ഏതെങ്കിലും തരത്തിലുള്ള ബാലിസ്റ്റിക് മിസൈലിന്റെ പരിധിയിൽ വരുന്നവയാണെന്നും റിപ്പോർട്ട് പുറത്തുവന്നു. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.